ചേട്ടാ നമസ്കാരം. ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പോര്, അത് ചെറിയ ഉദ്യോഗസ്ഥരൊന്നുമല്ല, IPS IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോര് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പിണറായിക്ക് തന്നെ തലവേദനയായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിണറായിക്ക് ഒരു വശത്ത് ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ പുതുതായി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു തമ്മിത്തലിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്റലിജൻസ് ADGP ആയിട്ടുള്ള P വിജയൻ, അദ്ദേഹം ADGP MR അജിത് കുമാറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് DGPക്ക്. അപ്പോൾ പരാതി എന്ന് പറയുന്നത് ചേട്ടനറിയാം, എലത്തൂർ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ മറ്റേ പിന്നെ ട്രെയിൻ കത്തിച്ച പയ്യനെ വിവരം പത്രങ്ങൾക്ക് മാതൃഭൂമിയിലാണ് വാർത്ത അറിയിച്ചത് P വിജയനാണെന്നും പറഞ്ഞിട്ടായിരുന്നു കണ്ടുപിടുത്തമായിട്ടൊക്കെ. അപ്പോൾ അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് P വിജയൻ പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? റീത പറഞ്ഞ പോലെ P വിജയൻ നല്ലൊരു പോലീസ് ഓഫീസറാണ് എന്നാണ് എൻ്റെ പോലീസ് സുഹൃത്തുക്കളിൽ നിന്നും അല്ലാതെ നമ്മുടെ വായിച്ചറിവിലും കേട്ടറിവിലും ഉള്ളത്. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, അജിത് കുമാർ എന്ന് പറയുന്ന ADGPയെ സർക്കാർ എന്തിന് ഇത്രയും പരിഗണന നൽകുന്നു എന്നുള്ളത് പൊതുജനത്തിന്റെ മാത്രം ചോദ്യമല്ല. ഇപ്പോൾ CPM സമ്മേളനങ്ങളിലൊക്കെ അത് വിഷയമായിട്ടുണ്ട്. അപ്പോൾ ഇത് പോലീസ് ഓഫീസേഴ്സിന്റെ ഇടയിലും ഈ വിഷയം ഉണ്ടായിരുന്നു. അജിത് കുമാറിന്റെ ശത്രുക്കൾ അവിടെയും ഉണ്ട്. അത് അദ്ദേഹം തന്നെ വാങ്ങിയ ശത്രുതയാണ്. അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ തന്നെ വാങ്ങിയ ശത്രുത കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ വിധേയനായിരിക്കുന്നത്. പിന്നെ രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരേ പാർട്ടി ഒരേ ഭരണം. കാലാകാലങ്ങളിൽ ഇപ്പൊ എൻ്റെ കേട്ടറിവിലും എൻ്റെ എനിക്ക് വായിച്ചറിവിലും കരുണാകരന് ചില പോലീസ് ഓഫീസേഴ്സിനെ ഇഷ്ടമാണ്. കോൺഗ്രസ് ഭരണകാലത്ത് അവർ ചില പോലീസ് ഓഫീസേഴ്സിനെ കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഏറ്റവും DGP റാങ്ക് മുതൽ ADGP റാങ്ക് വരെ വെക്കാറുണ്ട്. ഇത് അടുപ്പിച്ച് 10 കൊല്ലം ഒരേ പാർട്ടി ഭരിക്കുമ്പോൾ ആർക്കാണ് ഇഷ്ടം, ആരെ ഉൾക്കൊള്ളും, ആരെ തള്ളും എന്നുള്ളൊരു ഗതികേടിലേക്ക്. കാര്യം ഇവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും പോലീസിന് രാഷ്ട്രീയം കാണിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ തല്ലുന്ന പോലീസ് തല്ലുകൊള്ളുന്ന പാർട്ടിയെ നാളെ തലോടുന്ന പോലീസാണ്. ഇപ്പം നമുക്കത് അറിയാമല്ലോ. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ തല്ലിന് കണക്കില്ല. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്, നിങ്ങളുടെ നൈൻ ബോർഡ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഭരണത്തിൽ വരട്ടെ, നിന്നെയൊക്കെ കാണിച്ചു തരാമെന്നാ പറഞ്ഞത്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇതിലിപ്പോ അദ്ദേഹം കൊടുത്ത കത്തിനെ കുറിച്ച് അദ്ദേഹം പരാതി കൊടുത്തത്, അത് P വിജയൻ പരാതി കൊടുത്തതിൽ നമ്മൾ ഒരു വേറൊരു തരത്തിൽ കാണേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ നശിപ്പിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിന് തീർത്തു പോയനെ. അദ്ദേഹത്തിന്റെ പോലീസ് ജീവിതം, അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന്റെ ഇത് തന്നെ പോയനെ. കാര്യം അത്ര കണ്ട് ഇദ്ദേഹം കള്ളക്കടത്ത് കേസിൽ പ്രതിയാണെന്നും, ഇപ്പൊ എലത്തൂര് തീവണ്ടിക്ക് തീവച്ച ആ പയ്യനെ അറസ്റ്റ് ചെയ്ത്, ആ രാജ്യദ്രോഹിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹമാണ് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് വരെ റിപ്പോർട്ട് കൊടുത്തത് ഈ അജിത് കുമാറാണ്. എന്നിട്ട് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ എന്തായിരുന്നു? P വിജയന് ക്ലീൻ ചിറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായില്ല. അദ്ദേഹം സ്റ്റുഡന്റ് പോലീസ് അങ്ങനെ തുടങ്ങി ഒരുപാട് അങ്ങനെ എന്തൊക്കെയോ പൂങ്കാവനം പദ്ധതി ഒക്കെ കൊണ്ടുവന്ന ഒരു നല്ല പോലീസ് ഓഫീസറാണ്, ഗുഡ് ബുക്കിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം വെറുതെ ഇരിക്കും നമുക്ക് ധരിക്കേണ്ട കാര്യമുണ്ട്. 2 വിജിലൻസ് അന്വേഷണം അജിത് കുമാർ നേടുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അജിത് കുമാറിനെ ഇത്രയും സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നിത്യവും നമ്മൾ സ്റ്റോറി ചെയ്യുന്നവരാണ്. അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യം തന്നെയാണെന്നുള്ളത് പ്രത്യേകം ആരോടും പറയേണ്ട കാര്യമില്ല. അത് സാമാന്യ അരിഭക്ഷണം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അല്ലേ, ലോകത്തിന്റെ എവിടെയൊക്കെ മലയാളികളുണ്ട്, അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ചേട്ടന് എന്താണ് തോന്നുന്നത്? ചേട്ടൻ പറയൂ, ചേട്ടൻ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളിലും കേന്ദ്രത്തിലെ ഒരു ചാലകം, ഒരു പാലമാണോ എന്നൊരു സംശയമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇപ്പൊ നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രിയുമായി ബന്ധമുണ്ട്. ഇപ്പൊ SFIO അന്വേഷണമൊക്കെ മകളുടെ പേരിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രി പാർട്ടിക്കും അതീതനാണ്, CPM-നും അതീതനാണ്, 2 ടൈം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം പാർലമെന്ററി തലത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇപ്പൊ P വിജയൻ എന്ന് പറയുന്ന ഓഫീസർ ഇപ്പൊ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന RSSന്റെ പ്രധാന നിരീശ്വരവാദിയാണ്. അയാൾ നിരീശ്വരവാദിയായ RSS അല്ല, അദ്ദേഹം BMS-ന്റെ നേതാവാണ്, RSS-കാരനുമാണ്. അപ്പൊ കൊടും നിരീശ്വരവാദിയായ ഒരു നേതാവ് എന്നതിലുപരി ഒരു നല്ല മന്ത്രിയാണ് അയാൾ, പ്രധാനമന്ത്രി ആവാൻ യോഗ്യതയുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം അജിത് കുമാറിനെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് ആവശ്യങ്ങൾ പലതും ഉണ്ട്. മുഖ്യമന്ത്രിക്ക് ഇനി ഭരണം തീരാൻ 10 മാസമുണ്ട്. ഈ P വിജയൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും കേന്ദ്രത്തിൽ നല്ല ബന്ധമുണ്ട്.
പി വിജയൻ IPS കേന്ദ്രത്തിനുള്ള ആളാണ്, UPSC റാങ്ക് അല്ലേ. അത് മാത്രമല്ല അദ്ദേഹത്തോട് മോദിക്കും വളരെ താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. CBI റാങ്കിലോട്ടൊക്കെ പരിഗണിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ ശരിയാണോ, എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. അല്ല, ഏതായാലും ഇപ്പോ റാങ്ക് ബേസിൽ ADGP-യേക്കാളും DGP ആയിരിക്കുന്നത് അജിത് കുമാറാണ്. ഇപ്പൊ അദ്ദേഹത്തിനാണ് സ്ട്രെങ്ത് കൂടുതൽ. അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം പോലും എങ്ങും എത്താതെ പോകും. അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് ഇപ്പൊ അൻവർ ഹൈക്കോടതി പോകാൻ പോകുന്നത് ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്കത് മനസ്സിലായില്ലേ. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തില് അവർ തീരുമാനമെടുത്ത് അജിത് കുമാറിനെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു, അദ്ദേഹം DGP ആക്കുന്നു. ഇപ്പൊ ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന DGP-ക്ക് ഒരു വിലയില്ല. അവര് തമ്മിൽ തന്നെ ഭയങ്കര ഈഗോ ക്ലാഷ് എന്നാ പറയുന്നത്. സുരേഷ് രാജ് പുരോഹിത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വരാതിരുന്നാലാണ് DGP ആയിട്ട്. അല്ല, സുരേഷ് രാജ് പുരോഹിത് വരാൻ സാധ്യത കുറവാണ്. ഇപ്പൊ അദ്ദേഹം തന്നെ പിന്നെ ADGP അജിത് കുമാർ തന്നെ ആകാനാണ് സാധ്യത. DGP ആകും. അതിന് മുന്നിൽ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ കേട്ടോ, മനോജ് എബ്രഹാം ഉണ്ട്. മനോജ് എബ്രഹാമാണ് ഇപ്പൊ മറ്റൊരു ADGP ആയിട്ട് ഇപ്പൊ ക്രമസമാധാന ചുമതലയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോ ഇദ്ദേഹം തിരിച്ചു വരണമെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മനോജ് എബ്രഹാമിനെ മാറ്റും. ഇപ്പൊ ഇതിനകത്തുള്ള വിഷയം എന്നാല് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി വന്ന ശേഷം ഉണ്ടായ വിഷയങ്ങളാണ് ഇതൊക്കെ തന്നെ. കാര്യം അയാൾ നയനാറുടെ ഭരണകാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നെങ്കിലും അയാളുടെ രണ്ടാം ഭരണത്തിൽ അദ്ദേഹം വന്നപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും അത്ര കണ്ട് യേശുന്നില്ല. പോലീസ് സേനയിൽ തന്നെ P ശശിയുടെ തീരുമാനങ്ങൾ അട്ടർ ബ്ലണ്ടറാണോ എന്നൊരു സംശയമുണ്ട്. കാര്യം പുത്തലത്ത് ദിനേശൻ കഴിഞ്ഞ ഭരണകാലത്ത് പുത്തലത്ത് ദിനേശനാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നത്. പുത്തലത്ത് ദിനേശന്റെ തീരുമാനങ്ങളിലൊന്നും അങ്ങനെ കണ്ട് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിലെ IPS-കാരുടെ തന്നെ തമ്മിപ്പോരുണ്ടാക്കുന്നതിൽ തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം, പിണറായിയുടെ തീരുമാനങ്ങൾ പിണറായിയുടെ ഓൺ തീരുമാനമല്ല, ശശിയുടെ തീരുമാനങ്ങളാണ്. ഇപ്പൊ SIT തന്നെ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിച്ചു. നവീൻ ബാബു എന്ന വലിയൊരു ഉദ്യോഗസ്ഥന്റെ നവീൻ ബാബു സാറിന്റെ മരണത്തിന് ശേഷം നിയോഗിച്ച SIT എന്ന് പറഞ്ഞാൽ എന്താണുണ്ടായി? വെറും കുറെ ലോക്കൽ പോലീസ് ആൾക്കാരല്ലേ. അത് ആരാ? ഈ ശശിയല്ലേ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സാറൊക്കെ ചെയ്ത PC ജോർജിന്റെ വിഷയം ശശിയുടെ തീരുമാനമായിരുന്നു. PC ജോർജിനെ സരിത അത് പറഞ്ഞു, എന്നെ നോണ്ടി, എന്നെ പിച്ചി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്ത് ഇതാണ് കാണിക്കുന്നത്? അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് IPS-കാർക്കിടയിൽ ഇത്തരത്തിലൊരു സ്പർദ്ധ ഉണ്ടാക്കി അത് പിന്നെ സമൂഹത്തിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് അതിലൊന്നും നേടാനില്ല. പക്ഷെ എന്തോ ഒരു സുഖം ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു തല്ലുണ്ടാക്കി എന്നൊരു സുഖം, ഒരു സുഖം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. IPS പോരെന്നൊക്കെ പറയുമ്പോൾ അതിന് ഭയങ്കര വാർത്താ പ്രാധാന്യമുണ്ട്. ഇപ്പം IAS പോര് തന്നെ ഇപ്പൊ പ്രശാന്ത് IPS ഒക്കെ ഗോപാലകൃഷ്ണനെതിരെ നാട് കാക്കേണ്ടവരാണ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ? അത് ഇപ്പൊ ആ പ്രയോഗം കറക്റ്റ് ആണോ? അല്ലെങ്കിൽ വേലി തന്നെ വിളവ് തിന്നുന്നു? എന്താ പറയാ, എനിക്ക് തോന്നുന്നത് നാട് പഠിക്കേണ്ടവര് ഇങ്ങനെ ഉദ്യോഗസ്ഥ ഇപ്പോ മന്ത്രിയാണ് എല്ലാം ചെയ്യുന്നെങ്കിലും പറയുന്നെങ്കിലും അത് പ്രാവർത്തികമാക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പൊ നമ്മളാണ് ഇതിൽ ചെയ്യാൻ പറ്റാന്ന്. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ADGP ആയിരിക്കുന്ന അജിത് കുമാർ ഇനി DGP ആകും. ഈ പറയുന്ന വിജയൻ ഇപ്പൊ അത് ഈ പരാതി കൊടുത്തെന്ന് പറയുന്നില്ലേ, ആ പരാതി വലിയ ഉദ്യോഗസ്ഥരുടേതായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ദർവേഷ് സാഹിബിന് യാതൊരു ഇതുമില്ല. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് കത്ത് കൈമാറി കൈമാറിയിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാകും. കാര്യം ഒരു ADGP അദ്ദേഹത്തിന്റെ പേരെന്താ, സൂര്യദാസ് എന്നോ, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കഥ മറ്റേ മലപ്പുറത്ത് സസ്പെൻഷനിലായ ഒരു ADGP ഉണ്ടല്ലോ, സുജിത് ദാസ്. ഈ സുജിത് ദാസ് ആണ് ശരിക്കും പറഞ്ഞാല് PV അൻവറിന്റെ അടുത്ത് ഈ കഥ പറയുന്നത്. PV അൻവർ അല്ലെ സുജിത് ദാസ് ആണ് അജിത്തിന്റെ അടുത്ത് കഥ പറയുന്നത്. അജിത്ത് എന്ന ഉദ്യോഗസ്ഥനോട് സുജിത് ദാസ് എന്ന IPS-കാരനാണ് പറയുന്നത്. ഇപ്പൊ അയാൾ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അയാള് ഇപ്പൊ സസ്പെൻഷനിലാണ്. എന്നിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ തീവ്ര അത് ഭയങ്കര പ്രശ്നമാണത്. ഒരു IPS ഉദ്യോഗസ്ഥൻ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ സ്വർണ്ണ പൊട്ടിക്കൽ കേസിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അട്ടർ ബ്ലണ്ടറാണ്. അയാളെപ്പോഴും ഉദ്യോഗസ്ഥനൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഏതായാലും IAS തലത്തിലെ പോര് IPS തലത്തിൽ എത്തി നിൽക്കുമ്പോൾ പൊതുജനത്തിന് മൂക്കത്ത് വിരൽ വയ്ക്കാനും ചിരിക്കാനുമുള്ള വക ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുരസിക്കുന്ന ഒരു രാഷ്ട്രീയ വിഭാഗം ഭരണവർഗത്തിലുമുണ്ട്, പ്രതിപക്ഷത്തിലുമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കാക്കാം ഈ അടി എവിടം വരെ പോകുമെന്ന്. ഏതായാലും DGP അജിത് കുമാർ വരും. നമ്മൾ പറഞ്ഞ പോലെ നിതിൻ ഗഡ്കരിയും അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രധാനമന്ത്രിക്കും ഒരു ചാലകമായിട്ട് പൂരം കലക്കിയതൊന്നും ക്ഷേമല്ല. പൂരം കലക്കിയതിൽ പൂരംകാർക്കെതിരെയാണ് റിപ്പോർട്ട് അജിത് കുമാർ തിരുവമ്പാടിക്കാർക്കെതിരെയാണ് അജിത് കുമാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രഗത്ഭനായ ഡൈനാമിക്കായ അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി സംരക്ഷിക്കട്ടെ. അദ്ദേഹത്തിന് എത്രത്തോളം നമുക്ക് പോകുമെന്ന് കാണാം. ഇതിനിടയിലും കഴിവുറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ കണ്ടെന്ന് നടിക്കാതിരിക്കരുത്, അല്ലെ? അതാണ് നമുക്ക് ഇതിൽ ചർച്ചയിൽ പറയാനുള്ളത്.